ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വെറും 5 മിനിറ്റിൽ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവ വെച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഏകദേശം വലിപ്പമുള്ള ഒരു ഉള്ളി മാത്രം മതിയാവും കേട്ടോ. അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു നല്ലൊരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാല മൊത്തമായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒരു മീഡിയം സൈസുള്ള 2 ഉരുളക്കിഴങ്ങ് നല്ലപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊട്ടാറ്റോയിൽ മൊത്തമായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ബ്രെഡ് ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു ചെറിയ ചൂട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ, ഈ ബ്രെഡ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു മുട്ട ഞാൻ ഇവിടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കോൺഫ്ലേക്സും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ 2 മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കയ്യിൽ ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ മുട്ട ഒന്ന് ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പീസും മുട്ട അത് ഏത് ഷേപ്പിലാണോ നിങ്ങൾ കട്ട് ചെയ്തത് അതിനനുസരിച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം ഇതേ ഒരു ഷേപ്പിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കോൺഫ്ലേക്സ് നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ മിക്സിയിലൊന്നിട്ട് പൊടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ മുട്ട മിക്സിയിൽ നേരത്തെ റെഡിയാക്കി വെച്ചത് മുക്കിയതിന് ശേഷം കോൺഫ്ലേക്സിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓവർ എണ്ണ കുടിക്കാതെക്കാനും കാണാൻ നല്ലൊരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നത്. ഡബിൾ കോട്ടിൻ്റെ ഒന്നും കാര്യമില്ല, ഒറ്റ കോട്ട് മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചിക്കനും ബീഫും ഒന്നും വീട്ടിലുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് നോമ്പിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം തന്നെ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പുറമെ ഒരു ക്രിസ്പിയും ഉള്ളിൽ നമ്മൾ ആ ഒരു മുട്ടൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.